ഓരോ 2020ലും ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പ് അത് സ്ട്രോങ് ആണെങ്കിൽ പിന്നെ ആ ഒരു ടീമിന് തിരിഞ്ഞ് നോക്കേണ്ടി വരാറില്ല. അങ്ങനെയാണ് ഈ ഒരു മാച്ചിൽ ശുഭ്മാൻ ഗില്ലും സായി സുദർശനും നന്നായിട്ടൊരു കളി കളിച്ച് മുന്നോട്ട് പോയി. അതുപോലെ തന്നെ റൂദർഫോർഡിൻ്റെ 22 റൺസ് എന്ന ഒരു അത്യാവശ്യം നല്ലൊരു സപ്പോർട്ടും ഇതെല്ലാം കൂടി ചേർന്ന് നല്ലൊരു ടോട്ടലിലേക്കാണ് ശരിക്കും ഗുജറാത്ത് ടൈറ്റൻസ് എത്തിയത്. 38 ബോളിൽ 60 റൺസ് എടുത്ത ഗില്ല്, അതുപോലെ സായി സുദർശൻ 37 ബോളിൽ 56 റൺസ് എടുത്ത്. സായി സുദർശൻ ശരിക്കും ഒരു വിലയേറിയ താരമായിക്കൊണ്ടിരിക്കുകയാണ് IPLൽ. ഒഴിച്ചുകൂടാനാവാത്ത ഒരു സാന്നിധ്യം അതാണ് ശരിക്കും സായി സുദർശൻ. കിട്ടുന്ന അവസരങ്ങളിൽ ഭൂരിഭാഗവും സായി സുദർശൻ നന്നായിട്ട് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അത് ശരിക്കും ഇന്ത്യൻ ടീമിലേക്കുള്ള കടന്നുവരവിന് തീർച്ചയായിട്ടും അതൊരു കാരണമായിരിക്കും. ഗില്ലാണെങ്കിലും ആ ഒരു ക്യാപ്റ്റൻ്റെ ആ ഒരു പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു മാച്ചിൽ കാഴ്ചവെച്ചത്. 180 റൺസ് എന്ന് പറയുന്ന ടോട്ടൽ നമുക്ക് എല്ലാവർക്കും അറിയാം, അതൊരു വളരെ ഡീസൻ്റ് ആയിട്ടുള്ളൊരു ടോട്ടലാണ്. ജയസാധ്യത കൂടുതലുള്ള ടോട്ടൽ തന്നെയാണ്. പക്ഷേ ലക്നൗ സൂപ്പർ ജയൻസിലേക്ക് വരുമ്പോൾ ഇപ്രാവശ്യം അത് ഗുജറാത്ത് ടൈറ്റൻസിന് ചെറിയൊരു ക്ഷീണം പറ്റി. കാരണം പൂരൻ്റെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ഒരു 2025 IPLൽ എത്ര നല്ല പെർഫോമൻസിലൂടെയാണ് പൂരം കടന്നു പോകണമെന്നുള്ളത്. അങ്ങനത്തെ ഒരു പെർഫോമൻസ് ഈ ഒരു മാച്ചിലും പൂരം കാഴ്ചവെച്ച് 24 ബോളിൽ നിന്ന് 53 റൺസ് എടുത്ത് ആ ഒരു സ്വതസിദ്ധമായ ശൈലിയിൽ പൂരൻ നന്നായിട്ട് മുന്നോട്ട് പോയി. അതുപോലെ തന്നെ നമ്മുടെ വെടിക്കെട്ട് താരം മറക്രം 31 ബോളിൽ 58 റൺസ് എടുത്തിട്ട് നന്നായിട്ട് ബാറ്റിംഗ് ചെയ്തു. ആയുഷ് ബദ്വനി 20 ബോളിൽ 28 റൺസ് എടുത്ത് നല്ലൊരു സപ്പോർട്ടും കൊടുത്ത് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയപ്പം ഗുജറാത്ത് ടൈറ്റൻസിന് കളി കൈവിട്ടു. ഒരു 180 റൺസിൻ്റെ ഒരു സ്കോറ് എങ്ങനെയാണോ അവർ സ്കോർ ചെയ്തത് അതേപോലെ വൃത്തിക്ക് ലക്നൗ സൂപ്പർ ജയൻസ് ഫോളോ ചെയ്ത് വലിയ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. എങ്ങനെയാണോ അവർ പോയത് അതുപോലെ ഇവരും പോയി. പതുക്കെ 19 ഓവറിൽ ലക്നൗ സൂപ്പർ ജയൻസ് വളരെ ഭംഗിയായിട്ട് കൃത്യം നിർവഹിച്ച്. ശരിക്കും പറഞ്ഞ ഒരു ഡീസൻറ്റ് മാച്ച്. ഒരുപാട് നാടകീയതകളോ ഒരുപാട് ട്വിസ്റ്റുകളോ ഒന്നുമില്ല. മാന്യമായിട്ട് അതങ്ങോട്ട് പിന്തുടർന്ന് ജയിച്ച്. അതാണ് ഈ ഒരു മാച്ചിൽ സംഭവിച്ചിട്ടുള്ളത്. ലക്നൗ സൂപ്പർ ജയൻസിന് ഈ ഒരു മാച്ച് നല്ലൊരു ആത്മവിശ്വാസം നൽകിയിട്ടുണ്ട്. പന്ത് കുട്ടൻ ആസ് യൂഷ്വൽ ഇപ്രാവശ്യം പരാജയപ്പെട്ടിട്ടുണ്ട്. പക്ഷെ എന്തായാലും മുതലാളിക്ക് സന്തോഷമായിട്ടുണ്ടാവും. തൊഴിലാളി പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിലും ടീം ജയിച്ചിട്ടുണ്ട്.